ലോകം മൂന്നാമതൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് സംശയിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരുടെ മനസ്സിലും അതിനെപ്പറ്റിയിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഒന്നുമില്ലാത്തടത്തുനിന്ന് പെട്ടെന്ന് ഉണ്ടായതെങ്ങനെ എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. ചില തീയതികളും കണക്കുകളും ഇവിടെ പ്രസക്തമാണ്. ഈ 2026 ജനുവരി 3-ാം തീയതി വെനിസുല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അമേരിക്കൻ സൈന്യം കടന്നു ചെല്ലുകയും അവിടുത്തെ പ്രസിഡന്റ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അടക്കം അവിടുന്ന് ബലമായി കസ്റ്റഡിയിലെടുത്ത് അവിടെ ന്യൂയോർക്ക് ഉള്ള ഫെഡറൽ കോടതിയിൽ വിചാരണയ്ക്ക് നിൽക്കുകയാണ്. കുറ്റം അദ്ദേഹം ഈ മയക്കുമരുന്ന് വിതരണത്തിനകത്ത് പങ്കാളിയാണ് എന്നുള്ളതാണ്. അത് വെനിസുലയിൽ പക്ഷേ ഇടപെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടാണ്. അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറാനിൽ. അത് ഫെബ്രുവരി 28. ഫെബ്രുവരി 28-ാം തീയതി ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണം തുടങ്ങുന്നത് ഇറാനിലെ ഏറ്റവും ഉന്നതനായ ഭരണാധികാരി ഖമനേയിയുടെ കൊട്ടാരവും അദ്ദേഹത്തിൻ്റെ ഓഫീസും അടങ്ങുന്ന പ്രദേശം നശിപ്പിച്ചുകൊണ്ടാണ്. 30 ബോംബുകൾ ഒരുമിച്ച് അവിടെ വീഴുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ കൊട്ടാരമില്ലാതാവുന്നു. അതിനോടൊപ്പം ഖമനേയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകളുടെ മകള്, മരുമകൻ, സൈന്യത്തലവൻ എന്നു തുടങ്ങി അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ മരിച്ചു വീഴുന്നു. ഇത് ചെയ്യുമ്പോൾ ഈ 2 സംഭവങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, 2 രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു ചെന്ന് ഒരു സ്ഥലത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി അവിടുത്തെ പ്രസിഡന്റിനെ കസ്റ്റഡിയിൽ കൊണ്ടുപോകും. വേറൊരു സ്ഥലത്ത് അവരുടെ ഭരണാധികാരിയെയും കുടുംബാംഗങ്ങളെയും സമൂലം ഇല്ലാതാക്കുന്നു. ഇത് രണ്ടും ചെയ്തിരിക്കുന്നതിനകത്ത് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് അമേരിക്കയാണ്. ഇസ്രായേൽ അതിനോടൊപ്പം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ സംഭവത്തിൽ ഇനിയാണ് കണക്കുകൾ പ്രസക്തമാവുന്നത്. നമുക്ക് ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം, ലോകത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 17% വെനിസുലയിലാണ്. രണ്ടാമത് 15% സൗദി അറേബ്യ ഉണ്ട്. മൂന്നാമത് നിൽക്കുന്ന ഇറാനാണ്. 11% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ശേഖരമുള്ള രാജ്യമാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ, സൗദി അറേബ്യ സ്വാഭാവികമായും ഇപ്പോൾ ആക്രമിക്കപ്പെടേണ്ടതില്ല, കാരണം അമേരിക്കയുമായി നല്ല ബന്ധത്തിലാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ളത്, ഇപ്പോൾ ഇറാനെ ആക്രമിക്കുമ്പോൾ അവർ പറയുന്നത് അണുവായുധ കാര്യങ്ങളിൽ ഇറാൻ്റെ ഇടപെടൽ ശരിയല്ല, പരിശോധനയ്ക്ക് തയ്യാറാവുന്നില്ല, അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ്. അണുവായുധങ്ങൾ ലോകത്തുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ആക്രമിക്കുന്ന രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറത്തുള്ള ചില കണ്ണുകൾ ഇവിടെ പ്രധാനമാണ്. ഇതിൽ ഉത്ഭവിക്കുന്ന 2 കാര്യം, ഇറാൻ ജനത ഇത് അനുഭവിക്കണമോ, വെനിസുലയുടെ പരമാധികാരം ബലീകരിക്കപ്പെടണമോ എന്നുള്ളത് മാത്രമല്ല, ഇത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും ബാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും ഇറാൻ തിരിച്ചടിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഹോർമൂസ കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടയുന്നു. അത് സംഭവിക്കുമ്പോൾ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള എണ്ണയുടെ വ്യാപാരം നിലച്ചു പോവുകയാണ്. ലോക വ്യാപാര രംഗത്തെ ബാധിക്കുകയാണ്. അതിനു പുറമെ മരിച്ചു വീഴുന്ന മനുഷ്യരുണ്ട്. എത്ര ബാരൽ എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് കുഴിച്ചെടുക്കാൻ കഴിയും. പക്ഷേ മരിച്ചു വീഴുന്ന ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. 1000-ലേറെ ആളുകൾ ഇപ്പോൾ മരിച്ചു. അതിൽ 178 കുഞ്ഞു കുട്ടികളാണ് ഇറാനിൽ. എന്തു കുറ്റമാണ്! ജീവിതത്തിൽ ഒന്ന് കണ്ണു തുറന്ന് ലോകമൊന്ന് കാണാൻ പോലും കഴിയാതിരുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. ഒരു വർണ്ണവും അവരുടെ കണ്ണുകളിൽ വന്നിട്ടില്ല. ഒരു സ്വപ്നവും അവരുടെ മനസ്സുകളിൽ ഒന്ന് തുടർന്നു വരാൻ പോലും സമ്മതിച്ചിട്ടില്ല. അതിനു മുമ്പേ അവയെല്ലാം കൊഴിഞ്ഞു വീഴുന്ന അക്രമം അവിടെ നടത്തിയ ഭീകരർ. ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാണിക്കുന്ന 2 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, നമ്മൾ അംഗീകരിക്കുന്ന, UN അംഗീകരിക്കുന്ന, മനുഷ്യ ജനത അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ പരമാധികാരം, ആ പരമാധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റം. വേറൊന്ന്, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. അതിലെന്തും ചെയ്യാൻ കഴിയുന്ന ഭരണകൂടമായി അമേരിക്ക മാറിയിരിക്കുന്നു. ഇവിടെ വേറൊരു പ്രശ്നം, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെ ഈ 2 രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തുകയും ഒരു രാജ്യത്തിലെ ഏറ്റവും പരമാധികാരിയെ വധിക്കുകയും മറ്റൊരു രാജ്യത്തെ പരമാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കുകയും ചെയ്തപ്പോൾ ഒരക്ഷരവും മിണ്ടാത്തൊരു രാജ്യം ഇന്ത്യയാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ലോകത്തിൻ്റെ ഏതു കോണിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടായാലും എതിർ സ്വരങ്ങൾ മുഴക്കിയിരുന്ന ഒരു വലിയ രാജ്യമാണ് കാശ്മീർ മുതൽ
കന്യാകുമാരി വരെ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യം ഇല്ല എന്നൊരു സ്വരവും പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു തീയതിക്ക് പ്രസക്തിയുള്ളത്. 25-ാം തീയതി, ഫെബ്രുവരി 25-ാം തീയതി 2026, 25-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ, നെസറ്റ് എന്നാണ് അതിന് പറയുന്നത്, ആ പാർലമെൻറ്റിൽ അദ്ദേഹം അവിടെ അതിഥിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്ന് മാത്രമല്ല, ആ പാർലമെൻറ്റ് ഇതുവരെ ഒരു ഇന്ത്യക്കാരനും കൊടുക്കാത്തൊരു അവാർഡും, ആ പാർലമെൻറ്റിൻ്റെ ബെസ്റ്റ് സ്പീക്കർ, അതാണ് അവരുടെ ഏറ്റവും വലിയ അവാർഡ്, അത് ആദ്യമായി ഒരു ഇന്ത്യക്കാരന് കൊടുക്കുന്നത്, ഇസ്രായേൽ പാർലമെൻറ്റ് കൊടുക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. അത് മേടിച്ച് അദ്ദേഹം ഇവിടെ വന്ന് 3 ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ ഭരണാധികാരി നെതന്യാഹുവും ട്രംപും ഒരുമിച്ച് ഒരു അക്രമം ഒരു രാഷ്ട്രത്തിന് നേരെ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലുമായി മറ്റു ചില ബന്ധങ്ങളും, നമ്മുടെ രാജ്യം നേരത്തെ കാണിച്ചിരുന്ന പാലസ്തീന് അനുകൂലമായി എടുത്തിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി സമീപനമെടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് മോഡി. ആ മോഡി അവിടെ പോവുകയും നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും പാർലമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷം 3 ദിവസത്തിനാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം എന്നുള്ളതിനപ്പുറത്ത് രാജ്യങ്ങളുടെ പരമാധികാരങ്ങൾ ലംഘിക്കുന്നു. ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല. ഇസ്രായേലിൻ്റെ പെഗാസസ് ഉപയോഗിച്ചിരുന്ന ഒരു ഭരണ തലവനാണ് മോഡിയെന്ന് നമുക്കറിയാം. സുപ്രീം കോടതിയിൽ വരെ അത് സമ്മതിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ രഹസ്യരോഗങ്ങൾ ചോർത്താൻ ഇസ്രായേൽ നിർമ്മിതമായ പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ കടന്നു വരികയാണ്. അമേരിക്കയുടെ മനുഷ്യക്കുരുതിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്പത്തിനോടുള്ള അടങ്ങാത്ത ദാഹമോ, അതിനുമൊക്കെ അപ്പുറം നമുക്കറിയാം, അതിനുമൊക്കെ അപ്പുറമുണ്ട്. സെപ്റ്റംബർ 11 ശേഷം അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തിയെ നിയന്ത്രിക്കുന്നത് ഭയമാണ്, ഭീരുത്വമാണ്. ആരെവിടെ അനങ്ങിയാലും തങ്ങൾക്ക് അപകടമാകുമെന്ന് കരുതുന്ന ഭീരുത്വമാണ്. ആ ഭീരുത്വം കൊണ്ട് നിൽക്കുന്ന ട്രംപിനെ പോലത്തെ ഒരു ഭരണാധികാരിയും നെതന്യാഹുവുമായി എവിടെയൊക്കെയോ ചില ആലോചനകളും ചില തീരുമാനങ്ങളും വന്നുവെന്ന് ഇന്ത്യയിലെ സാധാരണ ജനാധിപത്യ വിശ്വാസി വിചാരിച്ചാൽ അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ മണ്ണ് ഇത്തരമൊരു സംസ്കാരമല്ല പ്രതിദാനം ചെയ്യുന്നത്. ലോക സമാധാനത്തിനു വേണ്ടി നിന്നിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ആ ഒരു മഹത്തായ പ്രതീകം നമ്മൾ ഇറാനെ പറ്റി ചെറുതായി കാണരുത്. ഇറാൻ ഒത്തിരി പ്രത്യേകതകളുള്ളൊരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിനെ പോലെ തന്നെ വളരെ ഉയർന്ന പർവ്വതനിരകൾ, 17,000 അടി വരെ ഉയർന്ന പർവ്വതനിരകൾ, ഒരു ഭാഗത്ത് കാസ്പിയൻ കടൽ, കുട്ടനാടിനെ പോലെ സമുദ്ര അതിർത്തിക്ക് താഴെയുള്ള പ്രദേശങ്ങൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നമായൊരു പ്രദേശം, നിരന്തരമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശം. നമ്മൾ പഴയ കാലത്ത് വിളിച്ചിരുന്ന പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. പേർഷ്യ എത്ര ശക്തമായിരുന്നു എന്ന് നമുക്കറിയാം. അലക്സാണ്ടർ കീഴടക്കുന്ന കാലഘട്ടത്തിലും പേർഷ്യയിലെ ഡാരിസ് എന്ന് പറയുന്ന ചക്രവർത്തി എത്ര ശക്തമായി കഴിഞ്ഞിരുന്ന. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള 8 ലക്ഷം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുകയും തകർക്കുകയും ചെയ്യുന്നൊരു ശ്രമമുണ്ടായപ്പോൾ അതുപോലെ തന്നെ പാരമ്പര്യമുള്ളൊരു രാജ്യം ഭാരതം ശബ്ദമുയർത്തേണ്ടതാണ്. ആ ശബ്ദം എന്നുയരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ജനത കാത്തു നിൽക്കുന്നത്. അത് ഉയർത്താൻ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ലെങ്കിൽ അത് ഉയർത്തേണ്ട ബാധ്യത ഇവിടുത്തെ മുഴുവൻ മനുഷ്യർക്കുമുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവില്ല.